ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സസ് മോഡിഫയേഴ്സ് അല്ലെങ്കിൽ ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് നമുക്ക് പറയാം. ഈ ആക്സസ് മോഡിഫയേഴ്സ് എന്നുള്ള കോൺസെപ്റ്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണിത്. അപ്പോൾ അത് എന്താണ് ആക്സസ് മോഡിഫയർ, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പാണുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഓരോ ടൈപ്പും എന്തൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എന്താണ് ആക്സസ് മോഡിഫയർ അല്ലെങ്കിൽ എന്താണ് ആക്സസ് സ്പെസിഫയർ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ C# പ്രോഗ്രാമിൻ്റെ ആക്സസിബിലിറ്റി സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ്സാണ് ഈ ആക്സസ് മോഡിഫയേഴ്സ് അല്ലെങ്കിൽ ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറയപ്പെടുന്നത്. എന്താണ് ഈ ആക്സസിബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളുടെ കോഡ് എത്രത്തോളം ആക്സസിബിൾ ആക്കണം, അത് പബ്ലിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യണോ, അതല്ല പ്രൈവറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണോ, പിന്നെ പല ടൈപ്പുകളുണ്ട്, ഏത് ടൈപ്പിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതിനകത്ത് അതിൻ്റെ വേരിയബിൾസിൻ്റെ സ്കോപ്പ് ഇൻക്ലൂഡഡ് ആണ്, ഫങ്ഷൻസ്, മെത്തേഡ്സ്, ക്ലാസ്, ഒബ്ജക്റ്റ്, ഇതൊക്കെ എത്രത്തോളം പബ്ലിക്കാക്കണം പ്രൈവറ്റ് ആക്കണം എന്നൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത് ഈ കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. മെയിനായിട്ട് 5 ടൈപ്പിലുള്ള ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, ഇൻറ്റേർണൽ, പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ, പ്രൈവറ്റ്. ഇത്രയും ടൈപ്പിലുള്ള ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പബ്ലിക്കും പ്രൈവറ്റൊക്കെയാണ്. നമുക്ക് ഇതിനകത്തുള്ള ഏത് സ്പെസിഫയർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഡാറ്റനെ അല്ലെങ്കിൽ നമ്മളുടെ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ഇതിനകത്ത് പബ്ലിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോ റെസ്ട്രിക്ഷൻ എന്നാണ്. അതായത് ഇതിനകത്തുള്ള ക്ലാസ്സിനും ഒബ്ജക്റ്റിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും റെസ്ട്രിക്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കും. കാരണം നമ്മളാണല്ലോ കോഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഏത് ടൈപ്പ് കോഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ചിലത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിരിക്കും, ചിലത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. പബ്ലിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോ റെസ്ട്രിക്ഷനാണ്, പ്രൈവറ്റിനാണെങ്കിൽ മോസ്റ്റ് റെസ്ട്രിക്റ്റഡുമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓരോന്നിൻ്റെയും ആക്സസിബിലിറ്റി എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കാം, ഓരോ ടൈപ്പ് നോക്കാം. ആദ്യം തന്നെ പബ്ലിക് നമ്മൾ പറഞ്ഞു നോട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. ഈ സ്പെസിഫൈ ദാറ്റ് ആക്സസ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ്. അതിൻ്റെ ആക്സസ് എന്ത് ചെയ്യുന്നില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കുന്നില്ല. പിന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. ഇതിനകത്തൊരു ആക്സസ് ലിമിറ്റഡ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു കണ്ടെയ്നിങ് ക്ലാസ് അതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലകത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇൻറ്റേർണൽ, അതിനകത്ത് കറണ്ട് അസംബ്ലിയിലുള്ള ഒരു ആക്സസ് ലിമിറ്റഡ് ആക്കിയിട്ടാണ്. അതായത് ഒരു ലോജിക്കൽ പാർട്ട്, നമ്മുടെ കോഡിൻ്റെ ഒരു ലോജിക്കൽ പാർട്ടിനകത്ത് മാത്രമേ ഇതിൻ്റെ ആക്സസ് പോസിബിൾ ആവുള്ളൂ എന്നുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇൻറ്റേർണൽ. ഈ പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണലിൻ്റെ കേസ് വരുമ്പോൾ കറണ്ട് അസംബ്ലിക്കകത്ത് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ലിമിറ്റഡ് ആണ് അതിൻ്റെ ആക്സസിബിലിറ്റി എന്നാണ് മീൻ ചെയ്യുന്നത്. ഈ അസംബ്ലി എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ലോജിക്കൽ പാർട്ട്, കോഡിൻ്റെ ഒരു ലോജിക്കൽ പാർട്ട് എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്രൈവറ്റിൻ്റെ കേസ് വരുമ്പോൾ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണത്. ഇനി നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്തിനാണ് നമ്മളിങ്ങനെ ആക്സസ് സ്പെസിഫയർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം തന്നെ കോഡ് സെക്യൂരിറ്റിയാണ്. ഈ ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളുടെ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. എന്തിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നത്? വൾനറബിലിറ്റീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ സെൻസിറ്റീവ് ഡാറ്റയും മെത്തേഡ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് മോഡിഫിക്കേഷൻസും എറേഴ്സും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനും നമുക്കിത്തരം ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പോസിബിളാണ്. പിന്നെ അടുത്ത് പറയാനുള്ളത് ഇംപ്രൂവ് റീഡബിലിറ്റിയാണ്. ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏത് രീതിയിലാണ് ഓരോ കമ്പോണൻസിലേക്കുള്ള ആക്സസ് എന്ന് മനസ്സിലാക്കാനും എക്സ്പ്ലിസിറ്റ്ലി അത് സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ റീഡബിളായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളമാണ് ഓരോന്നിൻ്റെയും ആക്സസിബിലിറ്റി, എത്രത്തോളമാണ് ഓരോന്നും കോൺഫിഡൻഷ്യൽ എന്നൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വരുന്നത് റെഡ്യൂസ് ഡിപ്പെൻഡൻസിയാണ്. അതായത് നമ്മളുടെ കോഡിനെ ഇത് എൻക്യാപ്സുലേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്ത് പാർട്സാണ് മറ്റൊരാൾക്ക് ആവശ്യമുള്ളത്, ആക്സസ് ചെയ്യേണ്ടതുള്ളത്, അതിനനുസരിച്ച് മാത്രം എക്സ്പോസ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഹൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന
ഡിപ്പെൻഡൻസീസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് എറേഴ്സ് സോൾവ് ചെയ്യാനും നമ്മളുടെ ആക്സസ് മോഡിഫയേഴ്സ് സഹായിക്കും. പിന്നെ വരുന്നത് നമ്മളുടെ കോഡ് കൂടുതൽ റീയൂസബിൾ ആക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ പുതിയ പുതിയ പ്രൊജക്റ്റിലേക്ക് നമുക്ക് അധികം മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ആ ഒരു ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്ത ക്ലാസ്സസ് ഒക്കെ ഈസിലി യൂസ് ചെയ്യാൻ കഴിയും. കാരണം പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ആക്സസ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നൊരു ടൈം നമ്മൾ മറ്റൊരു പ്രൊജക്റ്റ് ഉണ്ടാകുമ്പോൾ ആ ക്ലാസ്സിന് നമുക്കിവിടെ റീയൂസ് ചെയ്യാൻ കഴിയും. പിന്നെ കൺട്രോൾ വിസിബിലിറ്റിയാണ്. ഈ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലാസ്സിൻ്റെയും മെത്തേഡിൻ്റെയും ഒക്കെ വിസിബിലിറ്റിയും ഫീച്ചേഴ്സൊക്കെ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാനും വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാനൊക്കെ കഴിയും. അത്തരം വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാൻ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കഴിയും. പിന്നെ കോൺട്രിബ്യൂട്ട് പ്രിൻസിപ്പിൾ ഓഫ് അബ്സ്ട്രാക്ഷൻ ഇൻഫോർമേഷൻ ഹൈഡിങ്, അതായത് അബ്സ്ട്രാക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇൻഫോർമേഷൻ ഹൈഡിങ്ങും. അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ആക്സസ് മോഡിഫയർ കീവേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇന്ന ഇൻഫോർമേഷൻ ഹൈഡ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ടോ പ്രൈവറ്റ് ആക്കിയിട്ടോ കൊടുക്കാം. അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യേണ്ടത് ഇതുപോലെ നമുക്ക് ആക്സസ് മോഡിഫയർ ഏതാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏത് ടൈപ്പാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് എൻക്യാപ്സുലേഷനും അബ്സ്ട്രാക്ഷനും ഇൻഫോർമേഷൻ ഹൈഡിങ്ങും ഒക്കെ ഈ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ ടൈപ്പും സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ഏതൊക്കെ ടൈപ്പുകൾ നമ്മളിവിടെ പറഞ്ഞത് ഏതൊക്കെ ടൈപ്പുകൾ നമ്മളിവിടെ പറഞ്ഞ പബ്ലിക് പറഞ്ഞു, പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞു. ഓരോ നമുക്ക് സെപ്പറേറ്റ് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ആക്സസ് സ്പെസിഫയർ എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്മുടെ C# കോഡിനകത്തേക്ക് എത്രത്തോളം ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ആക്സസ് മോഡിഫയർ. 5 ടൈപ്പിലാണ് ആക്സസ് മോഡിഫയേഴ്സ് ഉള്ളത്. പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ പ്രൈവറ്റ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു അഡ്വാൻറ്റേജസ്? കുറേ പറഞ്ഞല്ലോ. സെക്യൂർ കോഡാണ്, പിന്നെ റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും, പിന്നെ ഡിപ്പെൻഡൻസി റെഡ്യൂസ് ചെയ്യും, പിന്നെ മോർ യൂസബിൾ ആക്കും, പിന്നെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാൻ കഴിയും, പിന്നെ അബ്സ്ട്രാക്ഷനും ഇൻഫർമേഷൻ ഹൈഡിങ്ങും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. പിന്നെ പബ്ലിക് എന്താണ്, പ്രൈവറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പബ്ലിക് ആകുമ്പോൾ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ടൈപ്പ് ആക്സസ് മോഡിഫയർ ആണ്. പ്രൈവറ്റ് ആകുമ്പോൾ കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ പ്രൊട്ടക്റ്റഡും ഇൻറ്റേർണലൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ടൊക്കെ വരുന്നതാണ്. പബ്ലിക് ആകുമ്പോൾ നോട്ട് റെസ്ട്രിക്ഷൻ ആണ്. പ്രൊട്ടക്റ്റഡ് ആകുമ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സുകളിൽ ആക്സസിബിലിറ്റി പോസിബിൾ ആകും. ഇൻറ്റേർണൽ ആകുമ്പോൾ ഒരു കറൻറ്റ് അസംബ്ലി എടുത്തിട്ട് അതിനകത്ത് മാത്രം ലിമിറ്റഡ് ആക്സസ് ആവും. പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ ആകുമ്പോൾ കറൻറ്റ് അസംബ്ലിക്കകത്തോ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തോ ആക്സസിബിലിറ്റി ലിമിറ്റഡ് ആകും. പ്രൈവറ്റ് ആകുമ്പോൾ കംപ്ലീറ്റ് റെസ്ട്രിക്ഷനാണ്. ഇത്രയാണ് നമുക്ക് നമ്മളുടെ ഈ കോൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇനി പറയാനുള്ളത് നമുക്ക് ഓരോ ടൈപ്പും എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് അടുത്ത വീഡിയോസിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.